Hi dears, welcome back to Arcanex. Yes. So നമ്മൾ എന്താണ് നമ്മൾ +1 ഫിസിക്സിനകത്ത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് കൊണ്ടാണ് അല്ലേ. സോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നമ്മൾ ഇതിന്റെ ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാം, ഓടി നോക്കിയാലോ. ഓടിച്ചു നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിന്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ നിന്നും 6 മാർക്ക്. അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. 7 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോസ് ഓഫ് മോഷനിൽ നിന്നും 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ വർക്ക് എനർജി ആൻഡ് പവറിൽ നിന്നും 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നത്. ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും 5 മാർക്ക് അല്ലെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ എത്ര വന്നിട്ടുള്ളൂ, എത്ര മാർക്കിന്? 5 മാർക്കിന്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഡെറിവേഷൻസ് ആണ്. ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. അത്യാവശ്യം വലുതായിട്ടുള്ള കറക്റ്റ് കോൺസെപ്റ്റ് അറിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ഡെറിവേഷൻസ് അവിടെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ ഡെറിവേഷൻസ് പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിന്റെ ഡെറിവേഷൻസ് ആണ്. ഈ ചാപ്റ്ററിനകത്തുള്ള ഡെറിവേഷൻസ് നിങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും. അടുത്ത നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ചാപ്റ്റർ അല്ല, അത്ര പ്രധാനപ്പെട്ട ചാപ്റ്റർ അല്ല. അത്ര പ്രധാനപ്പെട്ട ചാപ്റ്റർ അല്ല. പ്രധാനപ്പെട്ട ആൾ തൊട്ട് താഴെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. എത്ര മാർക്കാണ്? 9 മാർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നിട്ടില്ല. സോ ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ 9 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡെറിവേഷന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ എല്ലാ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഴുതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു കാര്യം ഉണ്ടാവും. അടുത്തത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ കുഞ്ഞു ചാപ്റ്റർ ആണ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ. ശ്രദ്ധിക്കാത്ത ഒരു ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കുക. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ പലരും സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്റർ ആണ്. പഠിച്ചു വെച്ചോളാം. അടുത്ത എന്താണ് നമ്മളെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഒരുപാട് നല്ലോണം പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയി. പക്ഷേ എത്ര മാർക്ക് നമ്മൾ ചോദിച്ചിട്ടുള്ളൂ? 2 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. സോ അത്രയും ചെറിയ ചാപ്റ്ററുമാണ്. അത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമുക്ക് എന്തൊക്കെയാണ്? ഞാൻ ഇതിനെ ഒരൊറ്റ ചാപ്റ്റർ ആയിട്ടാണ് ബെസ്റ്റ് കോംബോ ഇൻ +1 ഫിസിക്സ് എന്ന് പറയുന്നതാണ്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, 4 മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും വളരെ കുറച്ച് ഡെറിവേഷൻ. എനിക്ക് ഓസിലേഷൻ 2 മറ്റുള്ള 2 ഡെറിവേഷൻ മാത്രമേ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ എന്താണ് നമ്മളെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ചെറിയ 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കുക എന്ന ക്വസ്റ്റൻസ് ആണ് ഇതിനകത്ത് വരിക. സോ സിമ്പിൾ ചാപ്റ്റർ ആണ്. രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ പഠിച്ചു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളെ ജസ്റ്റ് വളരെ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അതെ. തൊട്ടുമ്പോൾ നമ്മൾ 8 മാർക്ക് നമ്മുടെ ഏതാണ്? ലോസ് ഓഫ് മോഷൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് ആരാണ്? നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററുകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ +1 ഫിസിക്സിൽ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. തീർച്ചയായിട്ടും. നിങ്ങൾ ഇതുവരെ എല്ലാ ചാപ്റ്ററിനെ പറ്റിയും ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളാണ്. സോ യു ഗൈസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയാ. ഈ ചാപ്റ്ററുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. ഒരു സംശയം വേണ്ട, നല്ല മാർക്കിന് ചോദിക്കും. റെഡി അല്ലേ? ഇനി നിങ്ങളോട് പറയാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ക്രൂഷ്യൽ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എങ്കിൽ ക്രൂഷ്യൽ മൊമെന്റിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതായത് ചാപ്റ്റർ ആണ് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമായ ചാപ്റ്ററുകളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മാത്രം ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകൾ നിങ്ങൾ മിസ്സാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ചാപ്റ്ററിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. പല മക്കൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. അവര് നോക്കണേ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പോലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പോലെയുള്ള ചാപ്റ്ററുകളിലേക്ക് ആദ്യം ഇരിക്കും. പാടില്ല. ഒരിക്കലും പാടില്ല. ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കവർ ചെയ്യുക. ദെൻ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. അതിലേക്ക് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോവാ. നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ, നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സ്കിപ്പ് ചെയ്യാം. റെഡി അല്ലേ? നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. നമുക്ക് വേണം എന്ത് ചെയ്യാം, മൊത്തം നിങ്ങൾ പഠിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. തീരെ പറ്റുമെങ്കിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് സമയമില്ലാത്ത ഒരു അവസരമാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വെയിറ്റേജ് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണാം. Till then, goodbye.